ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഡാവിഞ്ചി റിസോൾവിൽ നമുക്ക് എങ്ങനെ ഒരു സ്ക്രീൻ റീപ്ലേസ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ചില സമയം നമുക്ക് ടി വി സ്ക്രീനോ അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഈവൻ ഗ്രീൻ സ്ക്രീൻ അല്ലെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ റീപ്ലേസ് ചെയ്യാവുന്നതായിരിക്കും. ഞാൻ ഇവിടെ ഒരു ബിഫോർ ആഫ്റ്റർ കാണിക്കുന്നുണ്ട്. കണ്ടോ, നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കൊരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനറിയാത്ത രീതിയിൽ തന്നെ നമുക്കൊരു സ്ക്രീൻ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഇത് ഫുള്ള് കാണാനായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ അധികം പറഞ്ഞ് ഏൽപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ട്യൂട്ടോറിയലിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ക്ലിപ്പിലാണ് നമ്മളിന്ന് ഈ ഒരു ടി വിയുടെ സ്ക്രീനാണ് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ചെറിയൊരു മൂവ്മെൻറ്റും ഉണ്ട്. ഈ മൂവ്മെൻറ്റൊക്കെ നമുക്കറിയാതെ തന്നെ സ്ക്രീൻ റീപ്ലേസ് ചെയ്യാം. ഇതിന് നേരെ ഞാൻ ആദ്യം ടെംപ്ലേറ്റിലേക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ പ്ലേയുടെ ക്ലിപ്പിൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ മുകളിലേക്ക് വെച്ചതിന് ശേഷം നേരെ ഫ്യൂഷൻ പേജിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഫ്യൂഷൻ പേജ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്യൂഷൻ പേജ് എന്താണെന്ന് വലിയിട്ട് പിടിയില്ലാത്തവർക്ക് ഡാവിഞ്ചി റിസോൾവിൻ്റെ മോസ്റ്റ് പവർഫുൾ ഒരു പേജാണ്. നമുക്ക് വി എഫ് എക്സോ അതുപോലത്തെ എന്തെങ്കിലും മാസ്കിങ്, ഗ്രീൻ സ്ക്രീൻ, എന്ത് ഒരു വി എഫ് എക്സ് സംഭവങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിലാണ് നമ്മൾ ഫ്യൂഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ജസ്റ്റ് നോട്ട്സ് ഉണ്ട്. മീഡിയ ഇൻ 1, മീഡിയ ഔട്ട്. ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്, ഇതാണ് അതിൻ്റെ എൻഡിങ്. നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് മാസ്കിങ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതിൻ്റെ ഇടയിലായിരിക്കും ചെയ്യുന്നത്. എന്തായാലും ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഫ്യൂഷൻ്റെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്ക്രീൻ റീപ്ലേസ് ചെയ്തതിൻ്റെ കാര്യം നോക്കാം. ഓക്കെ, ഞാൻ മീഡിയ ഇൻ 1 ആദ്യം സെലക്ട് ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻ റീപ്ലേസ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു മൂവ്മെൻറ്റ് ഉണ്ടെന്ന് കണ്ടോ, ചെറിയൊരു മൂവ്മെൻ്റ് ഉള്ള ഇതായതുകൊണ്ട് നമുക്ക് ഓരോ മൂവ്മെൻറ്റും ട്രാക്ക് ചെയ്യണം. ഞാൻ ആദ്യം ഈ മീഡിയ ഇൻ 1 സെലക്ട് ചെയ്ത് നിങ്ങൾ കീബോർഡിൽ ഷിഫ്റ്റ് പ്ലസ് സ്പേസ് ബാർ നിൽക്കുവാണെങ്കിൽ നമുക്കൊരു എഫക്റ്റ് ടാബ് ഓപ്പൺ ആവും. സെലക്ട് ടൂളാണ്, അതല്ലെങ്കിൽ നിങ്ങളിവിടെ എഫക്റ്റ് ടാബ് ഇങ്ങനെ ഓപ്പൺ ആക്കിയാലും മതി. ഞാൻ എന്തായാലും ഇതിലിനി ട്രാക്കറും സെർച്ച് ചെയ്യുകയാണ്. കണ്ടോ, TRA എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ, ഇതാണ് നമ്മൾ ഈ ട്രാക്കറാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മൾ ആഡ് കൊടുക്കുമ്പോഴത്തേക്കും ഓൾറെഡി ഇവിടെ അറ്റാച്ച് ചെയ്താകുന്നതായിരിക്കും. നിങ്ങളിവിടെ ചെറിയൊരു പോയിൻ്റ് ഉണ്ടോ, ഈ പോയിൻ്റ് നമുക്ക് ഈ ടി വിയുടെ 4 കോർണറിലും ഈ ഒരു കോണിൽ നമുക്ക് ഇതിനെ അറ്റാച്ച് ചെയ്യണം. ഞാൻ ആദ്യത്തെ ഒരു പോയിൻ്റ് കൊണ്ടിനെ ഇങ്ങനെ എടുത്ത് സെലക്ട് ചെയ്തിട്ട് ആ ഒരു കോർണറിലേക്ക് വെച്ച് കൊടുക്കുവാണ്. ഞാൻ ഇച്ചിരി കൊണ്ടൊന്ന് സൂമായിട്ട് കാണാനായിട്ട് ഞാൻ ഇച്ചിരി ഒന്ന് സൈസ് കൂട്ടുവാണ്. ഓക്കെ, ഇനി ഞാൻ ഒന്നും കൂടി സെലക്ട് ചെയ്ത് ആ ഒരു കറക്റ്റ് കോർണറിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുവാണ്. ഓക്കെ, അത് ഏകദേശം ഒരു കോർണറിൽ വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അകത്തൊരു ബോക്സ് ഇച്ചിരി ഒന്ന് ഇൻക്രീസ് ആയി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറത്തും അതേപോലെ തന്നെ. ഇനി നമുക്ക് അടുത്തൊരു പോയിൻ്റ് ആഡ് ചെയ്യണം. ഓക്കെ, പോയിൻ്റ് ആഡ് ചെയ്യാനായിട്ട് ഞാൻ വീണ്ടും ഇവിടെ പോയിൻ്റ് ഒന്ന് ഈ ഒരു ഇൻസ്പെക്ടർ ഏരിയയിൽ പോയിൻ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി അടുത്തൊരു പോയിൻ്റ് ആഡ് ആവും. കണ്ടോ, ഓൾറെഡി ഇവിടെ ഒരു പോയിൻ്റ് ആഡ് ആയിട്ടുണ്ട്. ഞാൻ അതും നമ്മളിപ്പോൾ പ്ലേസ് ചെയ്ത പോലെ തന്നെ ആ കോർണറിൽ ജസ്റ്റ് ഒന്നിങ്ങനെ പ്ലേസ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു പോയിൻറ്റും കൂടെ 2 പോയിൻറ്റും കൂടെ ആഡ് ചെയ്യണം. പോയിൻ്റ് 1, പോയിൻ്റ് 2, ഇനി പോയിൻ്റ് 3 ആഡ് ചെയ്യാം. ഓക്കെ, അത് ഏകദേശം ഇവിടെ ആയിരിക്കും. നമുക്കത് ഈ ഒരു കോർണറിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, മതിയാവും. ഞാൻ എൻ്റെ അകത്തൊരു ബോക്സും കൂടെ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ മറ്റൊരു ഇൻക്രീസ് ആക്കിയില്ല, ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ആക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റത്തെ പോയിൻ്റ് ആഡ് ചെയ്യാം. പോയിൻ്റ് കൊടുക്കുക. ഓക്കെ, വീണ്ടും അടുത്തൊരു കോർണറിൽ ആഡ് ആയിട്ടുണ്ട്. നമുക്കതിനെ കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്യാം. ഓക്കെ, കറക്റ്റ് ഞാൻ ഒരു കോർണറിലായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 4 കോർണറിനെയും ട്രാക്ക് ചെയ്യണം. ഞാൻ വീണ്ടും പഴയ കണക്ക് ഫിറ്റ് ഇടുവാണ്. കണ്ടോ, നമ്മൾ 4 എഡ്ജിലും അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പ്ലേ ഹെഡ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ പ്ലേ ഹെഡ് ഈ ഒരു റെഡ് ലൈനാണ്. ഏകദേശം ലാസ്റ്റ് ഫ്രെയിമിലാണ്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യത്തെ ഫ്രെയിം വെച്ച് ഇതൊക്കെ വെച്ചാലും മതി. ഇപ്പം എന്തായാലും കുഴപ്പമില്ല, ഏത് ഫ്രെയിം ഇരിക്കുന്ന കാര്യമില്ല. നമുക്ക് നേരെ ട്രാക്ക് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ അഡാപ്റ്റീവ് മൂവിൽ ബെസ്റ്റ് മാച്ച് എന്ന് പറഞ്ഞത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നേരെ ട്രാക്കിങ് ചെയ്യാം. ഞാൻ ട്രാക്ക് ഫോർവേഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ആദ്യം കൊടുക്കുന്നത്. കാരണം ഇവിടുന്ന് ആദ്യം ഇത്രയും ട്രാക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ബാക്കി ട്രാക്ക് ചെയ്യാം. നിങ്ങൾ ഈ ഫ്രെയിം ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇരിക്കുന്ന ഫ്രെയിമാണ് 506. ഓക്കെ, ട്രാക്ക് കൊടുക്കാം. ചെറിയൊരു ടൈം എടുക്കും. ഞാൻ ജസ്റ്റ് ട്രാക്ക് ചെയ്യുന്നവരൊന്ന് സ്കിപ്പ് ചെയ്യുവാണ്. ഓക്കെ, ട്രാക്ക് ഫോർവേഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതിനൊന്ന് സെലക്ട് ചെയ്ത് നേരത്തെ ഫ്രെയിം പറഞ്ഞായിരുന്നു 506 ആയിരുന്നു. ഓക്കെ, ഇവിടെ വെച്ചിട്ട് നമുക്കിനി ട്രാക്ക് റിവേഴ്സ് ചെയ്യാം. ട്രാക്ക് ഫോർവേഡ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഇവിടെ ട്രാക്ക് റിവേഴ്സ് കൊടുക്കാം. ഓക്കെ, അവിടെ നിന്ന് ഇനി ബാക്കി അത് ഫുള്ള് ട്രാക്ക് ആവുന്നതായിരിക്കും. അതുവരെ ഞാൻ വീണ്ടും ഒന്ന് സ്കിപ്പ് ചെയ്യുവാണ്. ഓക്കെ, ട്രാക്കിംഗ് ഏകദേശം പകുതിയായിട്ടുണ്ട്. ഞാൻ ട്രാക്കിങ്ങിൻ്റെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. അപ്പോൾ ഞാൻ ഇവിടെ പോയിൻ്റ് 1, പോയിൻ്റ് 2, പോയിൻ്റ് 3, പോയിൻ്റ് 4 എന്ന് കറക്റ്റ് ഒരു ഓർഡറിനാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആഡ് ചെയ്യുമ്പോഴും ഇത് കണക്ക് ഓർഡറിനെ ആഡ് ചെയ്യാമെന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ അത് പിന്നെ ഉപയോഗിക്കുന്നതാണ്. ഞാൻ അടുത്ത ട്രാക്കിംഗ് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം.
പിന്നെ ഞാൻ ദാ ഇവിടുന്നായിരുന്നു ആദ്യം ട്രാക്ക് സ്റ്റാർട്ട് ചെയ്ത്. നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾ ഈ പ്ലേ ഹെഡ് എവിടെ നിന്ന് നിങ്ങൾക്ക് ട്രാക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ഫ്രെയിമിലാണോ ഇരിക്കുന്നത് ആ ഫ്രെയിമിലായിരിക്കണം നിങ്ങൾ ആ പൊസിഷൻ കറക്റ്റ് ചെയ്യേണ്ടത്. സോ അതിനുശേഷം നിങ്ങൾ ട്രാക്ക് ഫോർവേഡ് അടിച്ചിട്ട് ട്രാക്ക് റിവേഴ്സ് ചെയ്താൽ മതി. ട്രാക്ക് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുൾ ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ മാനുവലി ട്രാക്ക് ഫോർവേഡ് കഴിഞ്ഞിട്ട് ഡ്രാഗ് ചെയ്ത് നമ്മൾ ആ ഫ്രെയിമിൽ വന്നിട്ട് വീണ്ടും ട്രാക്ക് റിവേഴ്സ് ചെയ്താൽ മതി. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ബാക്കി ട്രാക്കിങ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ട്രാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ട്രാക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്നും കൂടെ ഒന്ന് റീട്രാക്ക് ചെയ്താൽ മതി. ഇതേപോലെ നിങ്ങളൊന്ന് എല്ലാ കോർണറിലും പോയിൻറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ട്രാക്ക് ചെയ്യാം. അപ്പോൾ ട്രാക്കിങ് നമുക്ക് ഏകദേശം നല്ലപോലെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ജസ്റ്റ് ഫ്രെയിം ചെക്ക് ചെയ്യുകയാണ്, കുഴപ്പമില്ല. റീപ്ലേസ് ചെയ്യേണ്ട മീഡിയ ആഡ് ചെയ്തിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ട്രാക്കിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് മീഡിയ ആണോ നമ്മൾ സ്ക്രീനിൽ റീപ്ലേസ് ചെയ്യേണ്ടത് ആ മീഡിയ അപ്ലോഡ് ചെയ്യാം. സോ ഞാൻ തന്നെ മീഡിയ പൂളിലേക്ക് പോയിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ ഏതാണ്ട് ഈ ഒരു വീഡിയോ ആണ് ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നമ്മൾ നോഡ് ഏരിയയിലേക്ക് ഇടുവാണ്. സോ മീഡിയ ഇൻ 2 എന്ന് പറഞ്ഞൊരു ഒരു നോഡ് അവിടെ വന്നിരിക്കുകയാണ്. സോ ഞാൻ മീഡിയ പൂൾ ഒന്ന് ഓഫ് ആക്കുകയാണ്. ഈ ക്ലിപ്പ് എന്താണെന്ന് കാണണമെങ്കിൽ ഇതാ ഇവിടെ ഒരു സ്ക്രീനുണ്ട്. നമ്മൾ നേരെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് അങ്ങോട്ട് ഇടുവാണെങ്കിൽ ആ ക്ലിപ്പ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി മീഡിയ ഇൻ 2 നമുക്ക് ഈ ട്രാക്കർ ആയിട്ടുള്ള ഈ ലൈനിൽ അറ്റാച്ച് ചെയ്യണം. സോ അതിനായിട്ട് നിങ്ങൾ നേരെ കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് അതിനിങ്ങനെ നേരെ ഡ്രാഗ് ചെയ്ത് എടുത്തിട്ട് വരുമ്പോഴത്തേക്കുണ്ട് ഒരു ബ്ലൂ ഇൻഡിക്കേഷൻ വരും. അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ലീവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓൾറെഡി ഒരു മെർജ് ഓൺ എന്ന് പറഞ്ഞൊരു നോഡും ക്രിയേറ്റ് ആയിട്ട് മീഡിയ നോഡ് അറ്റാച്ച്ഡ് ആയിരിക്കും. അത് വേറെ ഒന്നുമല്ല, നമ്മളൊരു ലെയർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മെർജ് ഓട്ടോമാറ്റിക്കലി ആഡ് ആവുന്നതാണ്. സോ അത്രയും നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ, മീഡിയ ഇന്നോണ്ട് ആയിട്ടുണ്ട്. ഇനി നമ്മളിപ്പം ഈ ടി വിയിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു കോർണർ പൊസിഷൻസ് ചെയ്യണം. കാരണം എൻ്റെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ആവുന്നുണ്ടല്ലോ. 4 കോർണറിൽ നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ 4 കോർണറും ആ കോർണറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. സോ അതിനായിട്ട് നമ്മൾ കോർണർ പൊസിഷനർ എന്ന് പറഞ്ഞൊരു നോഡിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ നിങ്ങൾ ഈ മീഡിയ ഇൻറ്റുവിനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും ഷിഫ്റ്റ് പ്ലസ് സ്പേസ് ബാർ നിൽക്കുക. ഇനി കോർണർ പൊസിഷനർ ടൈപ്പ് ചെയ്യുക. സോ ഉണ്ടോ, കോർണർ പൊസിഷനർ എന്ന് പറഞ്ഞൊരു നോഡ് നമ്മൾ ആഡ് ചെയ്യുവാണ്. സോ നേരെ ആ ഒരു മീഡിയ ഇൻവോണിൽ തന്നെ ഇങ്ങനെ അറ്റാച്ച് ആകാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അതിനൊന്ന് ജസ്റ്റ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. 4 കോർണറിൽ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. സോ നമ്മൾ നേരത്തെ ട്രാക്ക് ചെയ്ത് നിങ്ങൾ മാനുവലി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ കണ്ടോ ഓരോ 4 കോർണറും ടോപ്പ് ലെഫ്റ്റ്, ടോപ്പ് റൈറ്റ്, ബോട്ടം ലെഫ്റ്റ്, ബോട്ടം റൈറ്റ് എന്ന് പറഞ്ഞാൽ 4 കോർണേഴ്സാണ്. സോ എന്നാണ്ട് ഫസ്റ്റ് കോർണറിൽ വന്നതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ കണ്ടോ ഈ കണക്റ്റ് നമ്മൾ 4 ട്രാക്കറിനെ കാണാൻ പറ്റുന്നതാണ്. സോ ഞാൻ തന്നെ നമ്മൾ ഫസ്റ്റ് ട്രാക്കറായിട്ടുള്ള ട്രാക്കർ 1 സെലക്ട് ചെയ്ത് പൊസിഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ട്രാക്കർ അവിടെ അറ്റാച്ച് ആവുന്നതായിരിക്കും. സോ നിങ്ങളും അതിന് ലാസ്റ്റ് ഇത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ ആദ്യം എല്ലാം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ ടോപ്പ് റൈറ്റിൽ തൊട്ട് താഴത്തെ ട്രാക്കറിൽ വന്ന് വീണ്ടും അതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്തു. നമ്മളിതാ ഈ ടോപ്പ് റൈറ്റിനിരിക്കുന്ന ഇവിടെയാണ് റൈറ്റ് ക്ലിക്ക് ചെയ്യേണ്ടത്. വീണ്ടും കണക്ട് ടു നമ്മൾ രണ്ടാമത്തെ ട്രാക്കറായിട്ടുള്ള ട്രാക്കർ 2 പൊസിഷൻ കൊടുത്തു. നിങ്ങൾ മൂന്നാമത്തെ ട്രാക്കറിൽ അതേപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്തു. കണക്ട് ടു ട്രാക്കർ 3ൽ നമ്മൾ പൊസിഷൻ കൊടുത്തു. ഇനി ബോട്ടം റൈറ്റിൽ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്തു. കണക്ട് ടു ട്രാക്കർ 4 കൊടുത്തു. കണ്ടോ, ഇപ്പോൾ നിങ്ങളിത് കണക്ക് ആയിരിക്കും കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നിട്ട് എന്താ കറക്റ്റായിട്ട് അറ്റാച്ച്ഡ് ആവാത്തതെന്ന്. പക്ഷേ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ മെർജിൽ പോയിട്ട് നിങ്ങൾ ഈ ഫുള്ള് വീഡിയോയുടെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുക. കണ്ടോ, ഇതായിരുന്നു സൈസ്. അപ്പോൾ ഞാൻ ഇവിടെ സ്കെയിലൊന്ന് ഇച്ചിരി ഈ സൈസിലൊന്ന് ഇച്ചിരി ഇൻക്രീസ് ആയി കൊടുക്കാം, നമുക്കതൊരു ഫില്ലാവുന്നവരെ. കണ്ടോ, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത്രയും ആ ഒരു കോർണർ ഫില്ലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത്രയും വെച്ച് ഞാൻ ലീവ് ചെയ്യാണ്. ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥയെന്ന്. കണ്ടോ, അപ്പം നമുക്ക് 4 കോർണറിൽ നമ്മൾ ട്രാക്ക് ചെയ്ത പോലെ തന്നെ നമുക്ക് ആ ഒരു സ്മൂത്തിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മീഡിയ ഔട്ട് ഇതാണ്. കണ്ടോ, നമ്മൾ മീഡിയ ഔട്ടിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഒരു സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് കിട്ടിയിരിക്കുകയാണ്. സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ മൊബൈലിലാണെങ്കിലും എന്താണെങ്കിൽ ഇതാണ് ഇപ്പോൾ കോർണേഴ്സ് വരുന്നത്, എന്ത് പാട്ടായിക്കോട്ടെ, ഇപ്പം വേറെ എന്തെങ്കിലും സ്ക്രീനല്ല വേറെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതേ സെയിം ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊരു ക്ലിയർ ആയിട്ട് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നേരത്തെ ഇപ്പം ഞാൻ മീഡിയ 1 കാണിച്ചു തരാം. സോ ഇതിലുണ്ട് കുറച്ച് റിഫ്ലക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇതിട്ടിപ്പോൾ റിഫ്ലക്ഷനും കാര്യങ്ങളൊന്നുമില്ല. കുറച്ചും കൂടി ഒറിജിനലായിട്ട് തോന്നാൻ വേണ്ടി നമുക്ക് കുറച്ച് റിഫ്ലക്ഷനും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സോ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കോർണർ പൊസിഷനെ ഒന്ന് കോപ്പി ചെയ്യാണ്. സോ അതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കീബോർഡിൽ കമാൻഡ് C അടിച്ചു. പിന്നെ ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് കമാൻഡ് V അടിക്കുകയാണെങ്കിൽ അത് കോപ്പി ആവുന്നതായിരിക്കും.
ഇനി ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് നോഡ് ആഡ് ചെയ്യുകയാണ്. ഇതാണ്ട് ഫസ്റ്റ് കാണുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് നോഡ്. സോ അതിനെ അങ്ങനെ സെലക്ട് ചെയ്ത് നേരെ തൊട്ട് മേളിലോട്ട് വയ്ക്കുകയാണ്. സോ പുതിയൊരു നോഡ് സെലക്ട് ആവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് നോഡ് ആഡ് ചെയ്യുന്ന ചെറിയൊരു വൈറ്റ് ഷെയ്ഡ് കിട്ടാനാണ്. സോ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് കളർ. സോ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത് ഫുൾ ഒന്നിങ്ങനെ വൈറ്റ് ആയി കൊടുക്കുകയാണ്. സോ നിങ്ങൾക്ക് ഏത് നോഡ് എന്താണെന്ന് ജസ്റ്റ് മനസ്സിലായില്ലേ നിങ്ങൾ ദാണ്ട് ഈ വിൻഡോയിലോട്ട് നിങ്ങൾക്ക് ഏത് വിൻഡോയിലോട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നോക്കി കാണാവുന്നതാണ്. കണ്ടോ, ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇവിടുത്തെ രണ്ടും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് കോർണർ പൊസിഷൻ്റെ അതേ ഒരു ലെവൽ നമ്മൾ ടി വിയുടെ സ്ക്രീനിൻ്റെ അതേ ലെവലിലായിരിക്കും ഈ ഒരു വൈറ്റും അറ്റാച്ച് ആയിരിക്കുന്നത്. ഇനി നമുക്കൊരു മെർജ് നോഡ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ മെർജ് നോഡ് ദാണ്ട് ഈ ഇരിക്കുന്നതാണ് മെർജ് നോഡ്. സോ ഇതിനിങ്ങനെ സെലക്ട് ചെയ്ത് നേരെ നമ്മൾ നോഡ് ഏരിയയിലേക്ക് ഇട്ട് കൊടുക്കാം. സോ നമുക്ക് ഇട്ട് കൊടുത്താൽ പോരാ, നമുക്ക് ദാണ്ട് ഈ മെർജ് കഴിഞ്ഞ് പോകുന്ന മീഡിയ ഔട്ടിൻ്റെ ഈ ഒരു ലൈനിൽ അറ്റാച്ച് ചെയ്യണം. സോ അതിന് നിങ്ങൾ നേരെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നേരെ ആ ലൈനിലേക്ക് കാണിക്കുമ്പോഴത്തേക്ക് കണ്ട ഒരു ബ്ലൂ ഇൻഡിക്കേഷൻ വരും. നിങ്ങൾ ലീവ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി അറ്റാച്ച്ഡ് ആയിരിക്കും. ഇനി നമുക്ക് ഈ റിഫ്ലക്ഷൻ ആഡ് ചെയ്യാനായിട്ട് റിഫ്ലക്ഷൻ ഉള്ള ഏതിൽ നമ്മൾ മീഡിയ ഇൻ വണ്ണാണ്, അതായത് നമ്മൾ നോർമൽ ഫുട്ടേജ്. ഈ ഫുട്ടേജിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമുക്ക് മെർജ് ടൂയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നോഡുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു നോഡ് തന്നെ കുറേ ആവശ്യങ്ങൾക്ക് വേണ്ടി അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. സോ ജസ്റ്റ് ഇങ്ങനെ ഔട്ട്പുട്ട് എടുത്ത് നേരെ അതിലേക്ക് ഡ്രാഗ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊന്ന് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ കണ്ടോ ഇങ്ങനെയാണ് എൻ്റെ അറ്റാച്ച് പോയിരിക്കുന്നത്. ഒരു ഗ്രീൻ ലൈന് ഓൾറെഡി അറ്റാച്ച്ഡ് ആണ്. ഇനി ഇതിനായിട്ട് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് താഴോട്ട് വയ്ക്കുകയാണ്. ഓക്കെ, സോ ഞാൻ ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് മെർജിലും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഇതിപ്പം ഓൾറെഡി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ എവിടെയും കണക്റ്റഡ് അല്ല. നമ്മൾ കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ സ്ക്രീനിൽ മീഡിയ ഔട്ട്പുട്ടിൽ കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ നേരെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒന്നും ഒരു വ്യത്യാസമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കും. സോ ഇനി ഞാൻ ദാണ്ട് ഈ മെർജ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈ അപ്ലൈ മോഡിൽ നോർമൽ മാറ്റി സ്ക്രീൻ കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ഒരു മീഡിയയിന് വേണ്ടി എടുത്തിട്ട് റിഫ്ലക്ഷനും അതേപോലെ നമ്മൾ ആഡ് ചെയ്ത് കണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ റിഫ്ലക്ഷനും അവിടെ ഓൾറെഡി ഉണ്ട്. നമുക്ക് സൂമിക്കൊന്ന് യൂട്യൂബ് കംപ്രഷനൊക്കെ കഴിഞ്ഞ് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷേ റിഫ്ലക്ഷനും ഓൾറെഡി അവിടെ ഉണ്ട്. നമ്മൾ പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡ് കാണുന്നത് വെച്ചാൽ നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്തൊരു വൈറ്റ് ടിൻ്റാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഞാൻ മൂവ് ചെയ്യുമ്പോൾ കാണിച്ചിട്ടാണ്, നിങ്ങൾ ഇവിടെ നോക്കിയോ മനസ്സിലാവും. കണ്ടോ ബാക്കിലത്തെ റിഫ്ലക്ഷൻ കാണുന്നുണ്ടോ? അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഒറിജിനാലിറ്റി ലുക്ക് കിട്ടി. ഇനി ഞാൻ ഈ മെർജ് നോഡിനെ ഒന്നും കൂടെ സെലക്ട് ചെയ്ത് നമ്മൾ ഈ ബ്ലെൻഡിങ്, ഇപ്പോൾ നിങ്ങൾ ഒരുപാട് റിഫ്ലക്ഷൻ ആയിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ ഈ ബ്ലെൻഡിങ് ജസ്റ്റ് ഒന്ന് വെച്ചിട്ടൊന്ന് കുറച്ച് കൊടുക്കാം. സോ ഇങ്ങനെയായിരുന്നു നമ്മളിരുന്നത്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് റിഫ്ലക്ഷനും കൂടെ ആഡ് ചെയ്ത് കുറച്ചും കൂടെ ഒറിജിനലായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ഇച്ചിരി കൂടെ ഒന്ന് ഇൻക്രീസ് ആക്കി കൊടുത്ത്. എന്നിട്ട് വൈറ്റ് ആക്കിയെന്ന് വെച്ചാൽ നമ്മളിപ്പം വേറൊരു സ്ക്രീനിൽ നിന്ന് നമ്മൾ വേറൊരു ക്യാമറ വെച്ച് എടുക്കുകയാണെങ്കിൽ അത് ഇച്ചിരി ഒരു വാഷ്ഡ് ഔട്ട് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനൊരു വൈറ്റ് ഷെയ്ഡ് കൊടുത്തത്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഇനിയും കുറച്ചും കൂടി ഒറിജിനാലിറ്റി ആക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു മീഡിയ ഇൻടു, അതായത് നമ്മൾ റീപ്ലേസ് ചെയ്ത ഫുട്ടേജിനെ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഒന്ന് കളർ കറക്റ്റ് ചെയ്യാം. സോ അതിനായിട്ട് ഈ ഫുട്ടേജാണ് മീഡിയ ഇൻ 2 എന്ന് പറഞ്ഞൊരു ഫുട്ടേജാണ് നമ്മളിപ്പം റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ടാൽ കാണാൻ പറ്റും. ഇനി അതിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കളർ കറക്റ്റർ നോഡുണ്ട്. സോ അതിനെ സെലക്ട് ചെയ്ത് നമ്മൾ നേരെ ഈ ലൈനിൽ അറ്റാച്ച് ചെയ്യണം. സോ അതിന് വീണ്ടും ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് അറ്റാച്ച് ചെയ്യുകയാണ്. ഓക്കെ, കണ്ടോ ഈ ഒരു മീഡിയ ഇൻ 2ൽ നമ്മളെപ്പോഴും ഒരു കളർ കറക്റ്റർ നോഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ മീഡിയ ഇൻ 2യുടെ തൊട്ട് താഴെ, അതായത് അത് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു ലെയറായിട്ടായിരിക്കണം ഈ നോഡ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ഓപ്ഷൻസിൽ പോയിട്ട് കണ്ട് ഈ ഒരു സംഭവം എനേബിൾ, ഈ പ്രീ ഡിവൈഡ് എന്ന് പറഞ്ഞൊരു സംഭവം എനേബിൾ ആക്കുവാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മൊത്തത്തിലായിരിക്കും കളർ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു കളർ കറക്റ്റ്, അതായത് നമ്മൾ കളർ പേജിലുള്ള പോലത്തെ ചെറിയൊരു മിനിമൽ കളർ കറക്റ്റ് ചെയ്യാനുള്ള ഫീച്ചറാണ് ഇതിലുള്ളത്. ഓക്കെ, സോ ഇവിടെ കണ്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഷാഡോസ് വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാം, ജസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ കളർ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് സാച്ചുറേഷൻ ഇച്ചിരി ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്, ഇച്ചിരി ഒന്ന് കൂട്ടി കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡോ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. ഞാൻ ചുമ്മാ ജസ്റ്റ് കുറച്ചും വാം ടച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ക് നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഒറിജിനാലിറ്റി ആക്കണമെങ്കിൽ കൊടുക്കുക. അപ്പോൾ എന്തായാലും വേറൊരു സ്ക്രീനായതുകൊണ്ട് ചിലപ്പം ഇച്ചിരി ഗെയിനൊക്കെ കൂടുതലായിരിക്കും, അതൊക്കെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമുക്ക് ഒറിജിനലി നമ്മൾ ആ ഒരു ടി വിയിൽ നിന്ന് തന്നെ നമ്മളിപ്പം അറിയാതെ കണക്ക് തന്നെ ഒറിജിനലായിട്ട് തന്നെ നമുക്കൊരു സ്ക്രീൻ റീപ്ലേസ് എഫക്റ്റ് കിട്ടിയിരിക്കുകയാണ്. കണ്ടോ, ഇനി നമുക്കൊന്നും ചെയ്യേണ്ട. നോഡ് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് അറേഞ്ച് ആക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് റഫായിട്ട് ചെയ്തുകൊണ്ട് എല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്യുന്നേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ എഡിറ്റ് പേജിൽ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നമുക്ക് വളരെ ഒരു ക്ലിയർ ആയിട്ടുള്ള തന്നെ ഒരു നല്ലൊരു സ്ക്രീൻ റീപ്ലേസ് എഫക്റ്റ് നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളോ ഇപ്പം കറക്റ്റ് സൈഡ് എഡ്ജ് കുറച്ച് കൂടി പോകണം. ഇവിടെ ഞാൻ ജസ്റ്റ് അത്രയും ഷാർപ്പായിട്ട് നോക്കുന്നത് ട്യൂട്ടോറിയലായതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ. പക്ഷേ എങ്കിലും നമ്മൾ എഡ്ജും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്.
നിങ്ങൾക്ക് അങ്ങനെ അല്ലാന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി ട്രാക്കിംഗ് ഒന്നും കൂടി ചെയ്താൽ മതി. ഇതിപ്പം ഞാൻ എൻ്റെ ക്യാമറ ആംഗിൾ സൈഡായിട്ട് പോലും ആ കോർണർ പൊസിഷൻ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കറക്റ്റ് സ്ക്രീൻ റീപ്ലേസ് സെറ്റപ്പ് കിട്ടിയിരിക്കുന്നത്. സോ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു സ്ക്രീൻ അല്ലെങ്കിൽ ടി വി സ്ക്രീനോ മറ്റു മൊബൈൽ സ്ക്രീനോ എന്തൊക്കെയായാലും ഈ ഒരു സെയിം ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കത് റീപ്ലേസ് ചെയ്ത് എടുക്കാവുന്നതാണ്. സോ ഉണ്ടോ ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കുറച്ച് 2-3 ഫ്യൂഷനിലെ നോഡ് ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്ക്രീൻ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ചില കോംപ്ലിക്കേറ്റഡ് മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും. പക്ഷേ നോർമൽ മൂവ്മെൻറ്റ്സ്, ഹാൻഡ് ഹെൽഡ് മൂവ്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇനിയും ഡെയിലി ഇതേപോലെ ഡാവിഞ്ചി റിസോൾട്ടിൻ്റെ കണ്ടൻറ്റൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ ഇനി ഇതേപോലൊരു മറ്റൊരു ഡാവിഞ്ചി റിസോൾട്ടിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ട്യൂട്ടോറിയലുമായി വീഡിയോ ചെയ്യുന്നവരെ ബൈ.